തേങ്ങ വറുത്തിട്ടില്ലെങ്കിൽ എരിശ്ശേരി ആവൂല മോനെ. ഓണം എത്തുന്നതിന് മുന്നേ 20 ഷോപ്പിംഗ് കർക്കിടക ചിങ്ങം പോലും പറഞ്ഞില്ല. നമുക്ക് മേടിക്കണ എന്നെ വേണമെങ്കിലും ചെയ്തോളാൻ പറയും. വളരെ 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 ചുരുക്കം. ഞാനൊരു സാധനം കൊറേ കടകളിൽ തപ്പി നടന്ന് ലാസ്റ്റ് ഷീമാട്ടിന്ന് എനിക്ക് കിട്ടിയ അല്ലാന്ന് പറഞ്ഞിട്ട് അല്ല, അത് ഗോൾഡൻ അല്ലല്ലോ, അത് അമ്മയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധന. അതാ ആ എന്നെ പോലും ഇതുവരെ അമ്മ കാണാത്ത ഒരു സാധനം, അത് കണ്ടിട്ടേ ഉണ്ടാവൂല. പക്ഷേ ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത് വിചാരിക്കാനേ പറ്റൂല അതെന്താന്ന്. 1-2 സബ്സ്ക്രൈബേഴ്സ് എഴുതിയായിരുന്നു സ്റ്റീം ചെയ്തെടുക്കാന്ന്. ഒരിക്കലും പാടില്ല കേട്ടോ. ഇന്ന് എന്നാ അമ്മ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാൻ കാര്യം? അപ്പ ഇങ്ങനെ പറഞ്ഞാന്ന് തോന്നണ്. അല്ല, അപ്പയോട് ഞാൻ പറഞ്ഞിട്ട് മത്തങ്ങ മേടിച്ചോണ്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കാന്ന്. അപ്പയുടെ ഫേവററ്റ് സാധനം ഇത്. മത്തങ്ങ, ചേന, കപ്പ, പിന്നെ വൻപയറ, പിന്നെ അരപ്പ് ചേർത്തിട്ട് തേങ്ങ വറുത്തിട്ടേക്കണം. മത്തങ്ങ മാത്രല്ല അപ്പൊ ഇട്ടേക്കണം. അല്ല, മിക്സിങ്ങാ. അരപ്പ് വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ, തേങ്ങ വറുത്തിട്ടിട്ടുണ്ട്. അത് ഇളക്കിയതുകൊണ്ട് കാണാത്തതാ. തേങ്ങ വറുത്തിട്ടില്ലെങ്കിൽ എരിശ്ശേരി ആവൂല മോനെ. ദേ അതിന്റെ ഇടയിൽ കിടപ്പുണ്ട്, അത് മിക്സ് ആയതുകൊണ്ട് കാണാത്തതാട്ടോ. ദേ നമ്മുടെ ടേബിൾ മാറ്റ്, ഇന്ന് അമ്മ ഇതിന് കറക്റ്റ് ടേബിൾ മാറ്റാ വെച്ചത്. ഞാൻ ഓർത്തേ ഇതങ്ങനെ വെക്കാറില്ലല്ലോ എന്ന് ഓർത്ത് വെച്ചതാ. നന്നായി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ നല്ല ഭംഗി ഈ ടേബിൾ മാറ്റ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാട്ടോ. ശരിക്കും ഒറ്റ നോട്ടത്തില് ഇങ്ങനെ നെയ്ത് വെച്ചേക്കണ പോലെ തോന്നും, പായ നെയ്ത പോലെ തോന്നും. ഇതിൽ ലിങ്ക് ഇവിടെ ടാഗ് ചെയ്തേക്കാട്ടോ. ടാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് യൂട്യൂബിൽ വീഡിയോ കാണുന്നവർക്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെ ടാഗ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനും പറ്റും, അവിടെ നിന്ന് തന്നെ നേരിട്ട് വാങ്ങാനും പറ്റും. ഈ വൈറ്റ് ക്വാർട്ടർ പ്ലേറ്റും ഓൺലൈനിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ, അതും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. മത്തങ്ങ എരിശ്ശേരി നല്ലതാ, ഫാറ്റ് ഫ്രീയാ, അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ പുളിയുള്ള എന്തെങ്കിലും ഒരു അച്ചാർ ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഉഗ്രനാ. എനിക്കൊന്നും വേണ്ട അതിന് കഴിക്കാൻ. അമ്മ ഏതാണ്ട് മീൻചാറൊക്കെ കഴിക്കുമെന്ന് തോന്നുന്നു. ഇല്ല, എനിക്കൊന്നുമില്ലാതെ അപ്പയാ മീൻചാറ് കഴിക്കണം. ഞങ്ങളുടെ അവിടെ തിരുമറയൂർ ഒന്നും കൂട്ടിയല്ല ഇത് കഴിച്ചുകൊണ്ടിരുന്നത്. എനിക്കതുകൊണ്ട് ഒന്നും വേണ്ട അതിന്. ഞാൻ അല്ലാതെ തന്നെ കഴിക്കും. ഒന്നും വേണ്ട, എനിക്ക് വലിയ ഇഷ്ടം. ചേനയ്ക്ക് വില കൂടുതലാന്നൊക്കെ പറയുന്നുണ്ട്, ഓണമൊക്കെ ആവാറായതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിവേസ് ഞാൻ മത്തങ്ങ എരിശ്ശേരി കഴിക്കാനായിട്ട് ആരംഭിച്ചു. മത്തങ്ങ എരിശ്ശേരിയുടെ കൂടെ വെളുത്തുള്ളി പിക്കിള് എടുക്കാമെന്ന് കരുതിയിട്ട് ആദ്യം അമ്മ പറഞ്ഞു മീൻചാറൊക്കെ ഒഴിക്കാമെന്ന്. പക്ഷേ മീൻചാറ് എനിക്ക് തോന്നണില്ല അതൊരു കറക്റ്റ് കോമ്പിനേഷനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, മീൻചാറ് എന്തായാലും വേണ്ട, വെളുത്തുള്ളി പിക്കിളെങ്കിൽ അത്. പക്ഷേ പുളിയുള്ള പിക്കിളാണെങ്കിൽ നല്ല രസമാട്ടോ, നല്ലൊരു കോമ്പിനേഷനാണ് അത് കഴിക്കാനായിട്ട്. ഞാൻ പലതവണ പണ്ട് ഞാൻ കഴിച്ചിരിക്കുന്ന അമ്പഴങ്ങ പിക്കിൾ വെച്ച് അത് അടിപൊളിയായിരുന്നു, നല്ല രസമുള്ള കോമ്പിനേഷനായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ എന്തൊക്കെ കോമ്പിനേഷനാണ് മത്തങ്ങ എരിശ്ശേരിയുടെ കൂടെ ട്രൈ ചെയ്യാറ് എന്ന് കമൻറ്റ് ചെയ്യട്ടോ. മത്തങ്ങയ്ക്ക് ഇപ്പോൾ എത്രയാണ് വില? ശരിക്കും നമ്മുടെ ഇവിടെ മത്തങ്ങ ഉണ്ടായി കിടക്കണ എന്ത് രസമാണ് കാണാൻ, അല്ലേ? ഫുൾ ഗ്രീനറി, അതിൻ്റെ ഇടയിലൊരു വലിയ മത്തങ്ങ, നല്ല കാഴ്ചയാണ്. ആ കാഴ്ചയൊക്കെ ഇപ്പം അന്യം നിന്ന് പോയിട്ട് കൊല്ലങ്ങളായി. ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ, ഓ അവിടെ ചെല്ലുമ്പോ ഒന്ന് കാണാൻ പോണം. എനിക്ക് മത്തങ്ങയുടെ ഒരു വീഡിയോ എടുക്കണം, നല്ല രസമാണ്. ഭയങ്കര നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്. നമുക്ക് ഇച്ചിരി മത്തങ്ങ നടായിരുന്നു. ഓണം എത്തുന്നതിന് മുന്നേ 20 ഷോപ്പിംഗ് കർക്കിടക ചിങ്ങം പോലും പറഞ്ഞില്ല. അതിന് അമ്മ കടയിലൊന്ന് ചെന്ന് നോക്കിയേ, എന്താ തിരക്കുന്ന. അടുത്തയാഴ്ച വന്നുണ്ട്, അടുത്തയാഴ്ച നമുക്ക് ഷോപ്പിംഗ് നടത്താറുണ്ട്. അടുത്തയാഴ്ച ഞാൻ വന്നുണ്ട്. പോത്തീസിൽ പോണം, പലയിടത്തും കയറാനുണ്ട്, ഷർട്ടിന്റെ മെറ്റീരിയൽ എടുക്കാനുണ്ട്. അത് ഞാൻ മിണ്ടിയിട്ടില്ല. മിണ്ടിയപ്പോ എന്തിനാണ് ഷർട്ട് കേക്ക് ഇല്ല, കുളിക്കുക. അപ്പൊക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് ഈ ഷോപ്പിംഗ്, അതായത് സ്വന്തം ഡ്രസ്സുകൾ മേടിക്കുന്നത്. നമുക്ക് മേടിക്കണ എന്നെ വേണമെങ്കിലും ചെയ്തോളാൻ പറയും. എന്തിനാണ് ഈ അലമാരിയിൽ തേച്ച് തിരിക്കുമ്പോൾ വേറെ മേടിച്ച് കൂട്ടുന്നത്? അപ്പൊ ഞാൻ അതുകൊണ്ട് മേടിക്കുന്ന കാര്യം പറയൂല. മെറ്റീരിയൽ എടുത്തോണ്ട് വന്നു കഴിയുമ്പോൾ കുറെ ദേഷ്യപ്പെടും. ദേഷ്യഭാവത്തിൽ നോക്കും. ആദ്യം എന്ത് കാര്യത്തിന് ഇതെന്ന് ചോദിക്കും. ഞാൻ പറയും എന്ത് കാര്യത്തിനല്ല, തയ്ച്ചിടാൻ. അപ്പൊ എന്റെ ആൻസർ അതാ. അപ്പൊ ഞാൻ അടുത്തയാഴ്ച നമുക്ക് ഒരു ദിവസം വൈകുന്നേരം ഇച്ചിരി നേരത്തെ ഇറങ്ങി നമുക്ക് ഷോപ്പിംഗ് നടത്താം. അപ്പൊ അതൊക്കെയാണ് പരിപാടികൾ. അപ്പൊ ഇന്ന് 21 വെള്ളി അല്ലേ? 24 ജൂലൈ 24 വെള്ളി കേട്ടോ. അപ്പൊ സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെയാണെന്നറിയാലോ. കാരണം
എറണാകുളം ഒക്കെ നല്ല തിരക്കാണ്. തിരക്കായി മെട്രോയെ ആശ്രയിച്ച് പോകുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ ഫ്രീ ആയിട്ട് ഒരു ബ്ലോക്കും ഇല്ലാതെ ടൗണിൽ എത്തിച്ചേരാം, ഞങ്ങളിപ്പോ സിറ്റിയിൽ എത്തിച്ചേരാം. എറണാകുളത്തേക്ക് കാറ് കൊണ്ടുപോകര് തന്നെ വളരെ 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 ചുരുക്കം. തൃപ്പൂണിത്തുറ ഇട്ടാച്ചാൽ മിക്കവാറും മെട്രോ പേട്ടയിലൊക്കെ ഇട്ടാച്ചാൽ പിന്നെ അതിൽ കയറി അങ്ങനെ പോക്കാം. ഞാൻ അങ്ങനെയൊന്നും അല്ല, ഞാൻ തന്നെ പോവുകയാണെങ്കിൽ നടക്കാവിന് ബസ് കയറി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി പിന്നെ മെട്രോയിൽ കയറും, MG റോഡിൽ ചെന്നിറങ്ങും. പിന്നെ തുണിക്കടകളിലൊക്കെ നല്ല തിരക്കായില്ലേ? പോത്തീസിൽ നല്ല തിരക്കാണ്, ജയലക്ഷ്മിയില് അത്യാവശ്യം, പിന്നെ ഷീമാട്ടിയിൽ വലിയ തിരക്ക് കണ്ടില്ല. ഇത്തരം കടകളിൽ ഞാൻ കയറി നോക്കിയില്ലേ. അപ്പൊ നമുക്ക് ഓരോന്ന് എടുക്കാം. ഇത് പുതിയ കവറാണല്ലോ. ഞാനൊരു സാധനം കൊറേ കടകളിൽ തപ്പി നടന്ന് ലാസ്റ്റ് ഷീമാട്ടിന്ന് എനിക്ക് കിട്ടി. കാരണം ഉദ്ദേശിച്ച സാധനം നമുക്ക് ഇഷ്ടപ്പെട്ടാലും അതിന്റെ റേറ്റ് നമുക്ക് ഒതകണ്ടേ, അത് വേണം. അതാണ് പ്രശ്നം. അപ്പൊ ആ റേറ്റും കൂടെ ഒതകണം, നമുക്ക് മനസ്സിന് ഇണങ്ങിയ സാധനവും കൂടി ആയിരിക്കണം. അഡ്ജസ്റ്റ്മെന്റിൽ എടുക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല, കാരണം ഞാനത് ഉപയോഗിക്കില്ല. മനസ്സിന് തൃപ്തി ഇല്ലെങ്കിൽ എന്ത് സാധനമാണേലും ഞാനത് ഉപയോഗിക്കില്ല. ചിലപ്പോ തയ്ച്ചേച്ച് ഒരു പ്രാവശ്യം ഇട്ടേച്ചും ഇണങ്ങിയില്ലാന്നും പറഞ്ഞൂടെ അലമാരിയിൽ പലതും ഉണ്ടങ്ങനെ. പിന്നെ എന്തിന് എടുത്ത് തയ്പ്പിച്ചു എന്ന് ചോദിക്കുമ്പോ തയ്ച്ചു കഴിയുമ്പോഴല്ലേ അറിഞ്ഞാന്ന് എന്നോട് പറയും. എടുക്കട്ടെ എന്നാ. അത് തുണി സാധനങ്ങളാട്ടോ, നല്ല കവറാട്ടോ. ഇങ്ങനത്തെ കവർ ഞാൻ ഷീമാട്ടിയുടെ അത് ഞാനും കണ്ടിട്ടില്ല. പുതിയ കവറാ. എനിക്ക് എപ്പോഴും മെറ്റീരിയലുകൾ കുറച്ചും കൂടി ഇഷ്ടം, പ്രത്യേകിച്ച് ഓണം സ്പെഷ്യൽ മെറ്റീരിയലുകൾ കൂടുതൽ എനിക്ക് ഇഷ്ടം ഷീമാട്ടിന്ന് എടുക്കാനാണോ. ഓണത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ടൈപ്പില്ല. പൊട്ടിച്ചോ. എനിക്ക് ഓണം സ്പെഷ്യൽ എന്ന് കേൾക്കുമ്പോഴേ എന്റെ ചിന്ത മുഴുവനും മറ്റതാണോ എന്നുള്ളതാണ്. കസവ് സാരി അല്ല ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ കസവ് ഇത്തവണ എടുത്തിട്ടില്ല, കാരണം കഴിഞ്ഞ ഓണം നല്ല ഒരെണ്ണം തയ്പ്പിച്ചതുണ്ട് കുട്ടിക്കിന്റെ കല്യാണത്തിന്, നല്ല. അതുകൊണ്ട് ആ മോഡൽ ഞാൻ പിന്നെ എടുത്തില്ല. നല്ല ബ്രാൻഡ് ന്യൂ ആയിട്ട് അതിരിക്കണത്. അല്ലാന്ന് പറഞ്ഞിട്ട് അല്ല, അത് ഗോൾഡൻ അല്ലല്ലോ, ഇത് സിൽവറാ. എനിക്കൊരു പ്ലെയിൻ സിൽവർ കഴിഞ്ഞ വർഷം തൊട്ട് വേണമെന്ന് ആഗ്രഹമായിരുന്നു. കഴിഞ്ഞ വർഷം പിന്നെ റേറ്റ് അധികമായത് കാരണം പിന്നെ കൂടുതൽ വാങ്ങിയില്ല. നല്ല ഒരു സിൽവർ ആണ്. പെർ മീറ്റർ 160 160 രൂപയുള്ളൂ. ഞാൻ ആദ്യം സാരി മേടിച്ചിട്ട് കൊടുക്കാന്നാ ഓർത്തേ. അപ്പൊ പല കടകളിൽ ഞാൻ സാരി തപ്പി, അപ്പോഴൊക്കെ 1000 രൂപയാണ് റേറ്റ് പറഞ്ഞത്. പല സ്ഥലത്തും 1000 രൂപയാ റേറ്റ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ 1000 രൂപയ്ക്ക് സാരി മേടിച്ചു കൊടുത്താൽ പിന്നെ അതിന് ലൈനിങ് വേണം. ലൈനിങ് ഇല്ലേ, ലൈനിങ്. അപ്പൊ 1200 വരും. പിന്നെ തയ്യൽ കൂലി അത്യാവശ്യം റേറ്റ് വരും. അപ്പൊ നല്ല എമൗണ്ട് വരും. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ആദ്യം വേണ്ടാന്നൊക്കെ ഓർത്ത്. പക്ഷെ കഴിഞ്ഞ വർഷം തൊട്ട് ആഗ്രഹിച്ചത് ഒരു പ്യുവർ സിൽവർ കസവിന്റെ വേണമെന്ന്. അങ്ങനെ ഞാൻ ഷീമാട്ടി കയറിയപ്പോ എനിക്ക് നല്ല റേറ്റ് കുറവിന് ഫുൾ ഇങ്ങനെയാട്ടോ. അതെ, ഞാൻ പിന്നെ വിടുത്താത്ത അതേ അത് മനസ്സിൽ ഉദ്ദേശിച്ച പാറ്റേണും ആണത്. അപ്പൊ 5 മീറ്റർ മേടിച്ചു ഞാൻ. 160. അപ്പൊ 800 രൂപ. ഇത് ഫുൾ ഇങ്ങനെ തന്നെയാട്ടോ. അതുകൊണ്ട് ഞാൻ വിടുത്തണില്ല. അതെ, ഇങ്ങനെ തയ്ക്കാൻ കൊടുക്കാനുള്ളല്ലേ, വെറുതെ വിടുത്തി ഇതാക്കണ്ടല്ലോ. അതെ അതെ അതെ. ഇത് ഫോട്ടോയിൽ അത്രയും രസമായിട്ട് വരുന്നില്ല, നേരിട്ട് അതിന്റെ ഭംഗി കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം. അപ്പൊ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചപ്പോ പറഞ്ഞു 5 മീറ്റർ ആണ് മെറ്റീരിയൽ എടുക്കുവാണെങ്കിൽ വേണ്ടേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതങ്ങ് എടുത്തു. എനിക്കത് മനസ്സിനിണങ്ങിയത് കിട്ടി. സിൽവർ അവിടെ 2 ടൈപ്പേ ഉണ്ടായുള്ളൂ. ആണോ? ആ, കസവിന്റെ കുറെ അവിടെ ഉണ്ട് കേട്ടോ. മെറ്റീരിയൽ മുറിച്ചെടുക്കുന്ന ടൈപ്പ് കുറെ ഉണ്ട് അവിടെ. സിൽവർ പക്ഷെ ആകെ 2 ടൈപ്പ് ഞാൻ കണ്ടുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പൊ സാരി മേടിച്ചിരുന്നെങ്കിൽ 1000 ആയേനെ. ഇതാകുമ്പോ 800 ഒതുങ്ങി. അതെ, അതെന്നെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ല. കാരണം ലൈനിങ് മേടിക്കുമ്പോ ഇനി 1000 ആവും. അപ്പൊ 1000 ആയി കഴിഞ്ഞാൽ പിന്നെ തയ്യൽ കൂലിയും കൂടെ ചേർത്ത് നമുക്കൊരു നല്ലതൊക്കെ വരും. അത്യാവശ്യം റേറ്റ് വരും. ഇട്ട് വെച്ചേരെ തയ്ക്കാൻ കൊടുക്കാനുള്ളതാ. നേരത്തെ എടുത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഇട്ട് കഴിയുമ്പോഴാ അതിന്റെ ഭംഗി. അത് ശരിയാ. അതെ, ഇത് ലൈനിങ് ആയിരിക്കും. തുറന്നു നോക്കാം. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു ഡ്രസ്സിന്റെ പാർട്ടാണ്. അതിന്റെ വേറൊരു പാർട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്യാനുണ്ട്. അത് ചെയ്തിട്ടില്ല. ചെയ്ത് നോക്കണം. നേരത്തെ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അവസാന നിമിഷം ഒന്നിനും നേരം ഉണ്ടാവില്ല. എല്ലാം കൂടെ ഓടിപ്പടച്ച് ഒന്നാമത്തെ ഷോപ്പുകളിലൊക്കെ നല്ല തിരക്കായി. അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് ഷോപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പോഴൊക്കെ പറ്റുള്ളൂ. ഇതൊരു റെഡ് ബ്രൊക്കേഡിന്റെ നാളെ എടുത്തത്, മെറ്റീരിയൽ എടുത്തത്, അതിന് പറ്റിയ ഷോൾ. നല്ല ഷോളാ. നല്ല ഷോളാ. എന്നാ ഇത് വേണമെങ്കിൽ അതൊന്ന് വിടുത്തിക്കോ. ഇത് തയ്ക്കാനൊന്നും ഇല്ല. അപ്പൊ ഇവിടെ ഷെൽഫിൽ മടക്കി വെച്ചേക്കാണ്ടോ. നല്ല ഭംഗിയുള്ള ഷോളാ.
ഒരു റെഡ് ബ്രൊക്കേഡ് മെറ്റീരിയൽ ഞാൻ കാണിച്ചത് ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിന് കറക്റ്റ് കളർ കുറേ തപ്പിയിരുന്നു. ലാസ്റ്റ് പോത്തീസിന്ന് കിട്ടും. നല്ലതുണ്ടെങ്കിലും പലതിനും റേറ്റ് വളരെ കൂടുതലാണ്. ഇതിന് റേറ്റ് അധികം ഇല്ല കേട്ടോ, 455 രൂപയുള്ളൂ. അപ്പൊ അത് വളരെ അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയത്. ഇതിന് ചേരുകയും ചെയ്യും, കസവൊക്കെ വരണ കാരണം. അടിയിൽ തന്നെ ഇടണ അതിന്റെ കളർ അത് പാന്റാ, റെഡ് തന്നെ, ഫുൾ റെഡ്. എന്നിട്ട് ഗ്രീൻ ഓർണമെന്റ്സ് ഇടണം എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മറന്നുപോയി. അപ്പൊ ലാസ്റ്റ് പോത്തീസിന്ന് കിട്ടിയ. പിന്നെ ഞാൻ ഡൈ ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ഓർത്തു, പക്ഷെ വേണ്ടി വന്നില്ല. കറക്റ്റ് ആ കളർ തന്നെ കിട്ടി. ഇത് ഒരുമിച്ച് ഇട്ട് കഴിയുമ്പോഴാണ് അതിന്റെ ഭംഗി. കവറിലിടണ്ടായിരിക്കും, കവറിലിട്ട് വെച്ചാൽ പൊടിയൊന്നും കയറണ്ടാവും, ഫ്രഷ്നെസ് അതുപോലെ തന്നെ ഇരുന്നോളൂ. ടോപ്പിനുള്ള ഷോളാണിത്. അപ്പൊ ഇതിന്റെ റേറ്റ് 455 കേട്ടോ. ഇത് രണ്ടുമാണ് മെറ്റീരിയൽ അവൾ എടുത്തേക്കണത്. ബ്രൊക്കേഡ് വലിയ വർക്കൊന്നും ഇല്ലാത്തൊരു ടോപ്പാണ്. അത് തയ്ക്കാൻ കൊടുത്തു ഞാൻ. മറ്റേതൊക്കെ ഓൾട്ടർ ചെയ്യാനുള്ളതോ 2-3 കൊടുത്തു. ഓണത്തിന്റെ ആദ്യം കൊടുത്തിട്ട് അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ബാക്കി എല്ലാം കൊടുക്കാന്ന് വിചാരിച്ചു. കോഡ് സെറ്റും കിഡ് സെറ്റും. ഇത് മാറ്റിട്ടേ അതാണ് കാര്യം. ഇവിടെ വെക്കാം. ഇനി അടുത്തത് ഭക്ഷണ സാധനങ്ങൾ. അയ്യോ പേടി അത് കേൾക്കുമ്പോ തന്നെ. എടുക്കട്ടെ ഓരോന്നേ. മിൽമയുടെ ആണല്ലോ. മിൽമയിൽ കുറെ നാളായി പോയിട്ട്. പത്തടിപ്പാലത്തുള്ള മിൽമയിലാ പോയത്. അത് അമ്മയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധന. അതാ എന്നെ പോലും ഓരോന്ന് എടുത്ത് പറഞ്ഞിട്ട് എടുത്താ പോരെ. ഇതില് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. ഇത് കാണിക്കാം, എടുക്കട്ടെ. തുറന്നോ. മിൽമ ഇതുവരെ അമ്മ കാണാത്ത ഒരു സാധനം, അത് കണ്ടിട്ടേ ഉണ്ടാവൂല. പത്തടിപ്പാലത്തുള്ള മിൽമയുടെ ഔട്ട്ലെറ്റിൽ പോയാൽ ഞാൻ മേടിച്ചേ. എല്ലായിടത്തും അത് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഓ ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല. ബട്ടൂര, മിൽക്ക് ബട്ടൂര, ഹാഫ് കുക്ക്ഡ്, 10 നമ്പേഴ്സ്. എനിക്ക് തോന്നുന്നത് അത് പുതിയതായിട്ട് മിൽമ ഇറക്കിയതാണെന്ന് തോന്നുന്നു. വേറെ എവിടെ ഞാൻ കണ്ടില്ല, അവിടെ മാത്രമേ ഞാൻ ഇരിക്കുന്ന കണ്ടോളൂ. ഞങ്ങള് ബട്ടൂര റെസ്റ്റോറൻറ്റുകളിൽ പോകുമ്പോൾ കഴിക്കാറുണ്ട്, ചന്ന മസാല കൂട്ടി. അത് തൃപ്പൂണിത്തുറ ഒരു ഷോപ്പിൽ പോകുമ്പോൾ മിക്കവാറും കഴിക്കും. പലയിടത്തു നിന്നും കഴിക്കാറുണ്ട്. നമ്മൾ ആ എയർപോർട്ടിൻ്റെ അവിടെയുള്ള അത്താണിയിലുള്ള അവിടെ പോകുമ്പോൾ ബട്ടൂര കഴിക്കാറുണ്ട്. പല ഈ ഇങ്ങനെ വെജ് റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിക്കാറുണ്ട്. പക്ഷേ ഈ മോഡല് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഇത് ഹാഫ് കുക്ക്ഡ് ആണ്, നമ്മൾ വറുത്തെടുക്കണം അല്ലേ. 10 എണ്ണം ഒരു പാക്കറ്റ്. ഇതിൻ്റെ റേറ്റ് പറഞ്ഞേരെ. റേറ്റ് എനിക്ക് തോന്നണേ 55. ഡേറ്റ് കണ്ടോ, 28 വരെ ഉണ്ട്. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലേ ഡേറ്റ് നോക്കിയാണ് എടുക്കേണ്ടത്. അപ്പൊ ഞാനിങ്ങനെ ഓരോന്ന് നോക്കി ഏറ്റവും ലാസ്റ്റ് ഡേ ഉള്ളത് നോക്കി ഞാൻ എടുത്തത്. പിന്നെ വെയിറ്റ് 300 ഗ്രാം, 10 നമ്പർ കേട്ടോ. അത് ഡീറ്റെയിൽ പറഞ്ഞേ ഉള്ളൂ. ഇതൊന്നും പ്രൊമോഷൻ അല്ല, ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങിക്കുന്നതാണ്. ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടു ബട്ടൂര മിൽമ ഇറക്കി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് പോയി നോക്കി. എവിടുന്നാ അത്? പത്തടിപ്പാലം. പത്തടിപ്പാലം മെട്രോ സ്റ്റേഷന് തൊട്ടടുത്താ മിൽമയുടെ. അവിടെ ഇപ്പൊ ഫുഡ് കോർട്ടൊക്കെ വലുതാക്കിട്ടോ. പണ്ട് മുകളിലുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അവിടെയൊക്കെ ആൾക്കാരിരുന്ന് കഴിക്കണ്ട്. ഇത് അവിടെ ചെന്നപ്പോഴേ അവരൊരു കുപ്പിയില് സാമ്പിൾ ഇട്ട് വെച്ചേക്കണ ജാക്ക് ഫ്രൂട്ട് പേട. ഞാൻ ഈ ജാക്ക് ഫ്രൂട്ട് പേട ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് കുറെ കാലമായി വിചാരിക്കണം അവരുടെ. അപ്പൊ സാമ്പിൾ മേടിച്ചു കഴിഞ്ഞാല് ഇത് ഷുഗർ ഫ്രീ ആട്ടോ. ഇത് അവരുടെ നല്ലതാണ്, ഷുഗർ ഫ്രീ നല്ലതാ. അത് ഞാൻ കഴിച്ചിട്ടില്ല. 7 രൂപ. ജാക്ക് ഫ്രൂട്ട് പേടയ്ക്ക് 10 രൂപ. 10 രൂപ അല്ലേ? ജാക്ക് ഫ്രൂട്ട് പേട ഞാൻ അവരുടെ കഴിച്ചിട്ടേ ഇല്ല. അപ്പൊ അവിടെ ചെന്നപ്പോ അത് 10 രൂപ. ഷുഗർ ഫ്രീയുടെ മിൽക്ക് പേടയ്ക്ക് 7 രൂപ. വളരെ ഇഷ്ടം. ഐസ്ക്രീം ഒക്കെ ഒരുപാട് ഫ്ലേവേഴ്സ് അവിടെ ഇരിപ്പുണ്ട്. ഗുവയൊക്കെ ഇരിപ്പുണ്ട്. നല്ല രസമായിട്ട് അട്രാക്റ്റീവ് ആയിട്ട് ഇരിപ്പുണ്ട്. അത് അമ്മയ്ക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനം. അത് കോവിലിന്ന് മേടിച്ചതാട്ടോ. തുറന്നോ? ഞാനെല്ലാം പറഞ്ഞാണോ? ഞാൻ അല്ല അമ്മ പറഞ്ഞൊന്നും അല്ല. അമ്മയ്ക്ക് ഇത് വിചാരിക്കാനേ പറ്റൂല അതെന്താന്ന്. 2 മിനിറ്റ് ഇൻസ്റ്റന്റ് വെജ് ഇടിയപ്പം. കളറുകള് പല കളറുകളുള്ള പല ഫ്ലേവേഴ്സിന്റെ ആയിരിക്കും അല്ലേ? ഇതില് ഫ്ലേവർ ഉള്ളത് ബീട്രൂട്ട്, ക്യാരറ്റ്, റാഗി, ബ്രൗൺ റൈസ് ആൻഡ് ചിക്പി. ഈ യെല്ലോ എന്നാ? ചിക്പി അതാ പീസാണ്. ചന്ന അതുപോലത്തെ ഒരു പീസാണത്. ഇത് റാഗി. അതെ. ഇത് ബീട്രൂട്ട്. ഇത് വൈറ്റ് നമുക്കറിയാം.
ഇതെന്തെന്നാ പോലും ഇത് ചിപ്പി ഒരെണ്ണം അത് രണ്ടിന്റേതായിരിക്കും. ക്യാരറ്റ് അപ്പം ഇല്ല ഒരെണ്ണം ക്യാരറ്റാ, ഒന്ന് ഒരെണ്ണം ക്യാരറ്റും ഒരെണ്ണം ചിപ്പി, ചിപ്പി ഇല്ലേ, ഒരെണ്ണം ബ്രൗൺ റൈസ്. ഇതായിരിക്കും അത്. ഇത് റാഗി ആയിരിക്കും. ഇത് നല്ല രസം കണ്ടപ്പോ, വെറൈറ്റി ആയിട്ട് 7 pieces. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ വ്യത്യസ്തമായി എന്തെങ്കിലും കഴിക്കാൻ രസമല്ലേന്ന് ഓർത്താ ഇത് മേടിച്ചത്. അന്ന് മേടിച്ചത് അപ്പം മേടിച്ചോണ്ട് വന്നില്ല, അത് നല്ലതായിരുന്നു. അപ്പൊ ഇവിടെ റിലയൻസ് അത് നല്ല ടെക്സ്ചർ ഒക്കെ ആയിരുന്നു. ഇതില് കാണാൻ ഇച്ചിരി. അതെ അതെ അതെ. അതില് ഞാൻ പറയട്ടെ, അന്ന് അപ്പേ അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാനത് ഇങ്ങനെ നമ്മള് തിളപ്പിച്ച് വെള്ളത്തില് 1 മിനിറ്റ് ഇത് ഇടാൻ പറഞ്ഞപ്പോ ചിലര് പറഞ്ഞേ സ്റ്റീം ചെയ്തെടുക്കാന്ന്. പക്ഷെ ചെയ്യാൻ പാടില്ല കേട്ടോ. ഞാൻ അത് അന്ന് നമ്മൾ ഉപയോഗിച്ചിട്ട് 2 ബാലൻസ് കൂടി ഇരിപ്പുണ്ടായിരുന്നു. ആ 2 ഞാൻ അപ്പച്ചെമ്പിൽ ആവി കയറ്റാൻ വെച്ചിട്ടില്ലേ, വടുവടുന്ന് ഒഴിക്കുള്ളത്, അത് വേവൂല. അപ്പൊ ഞാൻ എന്നിട്ട് ആവി കയറ്റാൻ വെച്ച സംഭവം ഒരു 3 മിനിറ്റ് കഴിയും, 3-4 മിനിറ്റ് കഴിഞ്ഞ് അത് മാറ്റി. എന്നിട്ട് സോസ് പാനിൽ വെള്ളം തിളപ്പിച്ചേച്ച് ഈ പറഞ്ഞ മെത്തേഡിൽ, ഇതിൽ എഴുതിയേക്കണ മെത്തേഡിൽ തന്നെ ഇട്ട് കോരിയെടുത്ത. 1-2 സബ്സ്ക്രൈബേഴ്സ് എഴുതിയായിരുന്നു സ്റ്റീം ചെയ്തെടുക്കാന്ന്. ഒരിക്കലും പാടില്ല കേട്ടോ. ഞാൻ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് സ്റ്റീം ചെയ്ത് നോക്കി, ഒരു ഇതും പറഞ്ഞതല്ല, കറക്റ്റായിട്ട് ഞാൻ ചെയ്ത കാര്യം പറഞ്ഞതാണ്. സ്റ്റീം ചെയ്തിട്ട് 4-5 മിനിറ്റ് ഇരുന്നിട്ടും അതിനൊരു അനക്കവും ഇല്ല, വടി പോലെ തന്നെ ഇരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്ക് മനസ്സിലായത് ശരിയാവൂല എന്ന്, വെറുതെ പൈസ കളയാൻ പറ്റൂല്ലോ എന്നോർത്ത് ഞാൻ അപ്പം തന്നെ ഓഫ് ചെയ്തേച്ച് സോസ് പാനിൽ വെള്ളം തിളപ്പിച്ചേച്ച് അതിൽ 1-2 മിനിറ്റ് കണ്ടിട്ട് ബോയിൽ ചെയ്തെടുക്കുമായിരുന്നു. അതായത് ഇതിന്റെ വൈറ്റ് കളർ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യം പറഞ്ഞ. അപ്പൊ സബ്സ്ക്രൈബേഴ്സ് പറയണതനുസരിച്ച് ഞാൻ പലതും ചെയ്യാറുണ്ടെന്ന് ഞാൻ പറയാറില്ല. അപ്പൊ എനിക്കും തോന്നി സ്റ്റീം ചെയ്താൽ ചിലപ്പോൾ നല്ലതായിരിക്കുന്നു. പക്ഷെ ഇത് സ്റ്റീം ചെയ്തിട്ട് ശരിയായില്ല. പിന്നെ വേറെ ഏതെങ്കിലും ഇൻസ്റ്റന്റ് ഇടിയപ്പം അങ്ങനെ മേടിക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റീം ചെയ്ത് എടുക്കുമായിരിക്കും. അവരെങ്ങനെ എടുത്തത് കൊണ്ടായിരിക്കും നമ്മളോട് ചിലപ്പോൾ പറഞ്ഞത് കേട്ടോ. ഇതെന്തായാലും സ്റ്റീം ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ. ഇതിലെങ്ങനെയാ ഇപ്പുറത്തുണ്ട്, അത് ഇത് തന്നെയായിരിക്കും. നോക്കിക്കോ, വെള്ളം തിളപ്പിക്കുക. അമ്മ പറഞ്ഞ പോലെ ഇടിയപ്പം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന വിധം ഇട്ട് മൂടി വെക്കുക. 2 മിനിറ്റ് വെള്ളം ഊറ്റുക. ഇതിലും അങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. അത് ഡബിൾ ഹോഴ്സിന്റെ ഇതിലെയാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ പറഞ്ഞ രീതിയിൽ സ്റ്റീം ചെയ്തെടുക്കുന്നത് വേറെ ഉണ്ടാകും. അതിന് ഞാൻ തർക്കിച്ചതല്ല. ഡബിൾ ഹോഴ്സിന്റെ അങ്ങനെ ചെയ്താൽ വെന്ത് കിട്ടൂല. ഞാൻ പരീക്ഷിച്ച് നോക്കിയതാട്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാട്ടോ. കൃത്യമായിട്ട് ഞാനത് നോക്കിയത് കൊണ്ട് പറഞ്ഞതാട്ടോ. അപ്പോൾ ഓക്കെ. ഇതെന്ത് ഞാൻ പൊട്ടിക്കണില്ല, എന്ത് കറിയാ? വെജ് കറിയാ. ഇത് ബട്ടൂരയ്ക്ക് കഴിക്കാൻ കറി വാങ്ങിച്ചുകൊണ്ട് വന്നു. വെജിറ്റബിൾ കുറുമയാണ്, മിക്സഡ് വെജിറ്റബിൾ കറിയാ അല്ലേ? 115 രൂപ, 470 ഗ്രാം. അത് മതി നമുക്ക് ധാരാളം. ബട്ടൂര കൊണ്ട് കൂടെ കഴിക്കാനായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇത് കഴിക്കുമ്പോ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഞാൻ ആദ്യം ഓർത്ത് ചണ്ണ അവിടെ ഉണ്ടായിരുന്നു, ചണ്ണ മസാല ഉണ്ടായിരുന്നു. അപ്പൊ അപ്പ എപ്പോഴും ഗ്യാസാന്ന് പറയണ കാരണം ഞാനത് മേടിക്കാതിരുന്നത്. നന്നായി, അത് മേടിക്കാൻ നന്നായി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതങ്ങ് മേടിച്ചാ പിന്നെ എല്ലാവർക്കും കുഴപ്പമില്ലല്ലോ. അമ്മയ്ക്കാണേലും വെജ് കഴിക്കാനല്ലേ താല്പര്യം. എനിക്ക് വൈകിട്ട് ചന്നമസാല ഞാൻ കഴിക്കാറില്ല. കടലക്ക അങ്ങനെയുള്ളതൊന്നും കഴിക്കില്ല, എനിക്ക് വയറിന് ശരിയാവൂല. വൈകിട്ട് കഴിച്ചാൽ ഉച്ചയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, കാരണം പിന്നെ മൂവ്മെന്റ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഉച്ച സമയത്ത് മസാല വൈകുന്നേര സമയത്ത് അത് കഴിക്കില്ല. കടലക്കറിയൊന്നും ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കും കേട്ടോ. പിന്നെ അടുത്ത സാധനം എടുക്കട്ടെ. അപ്പൊ അതിലെ നടപ്പുണ്ട്. ഇതെനിക്ക് നീ കൊണ്ടുവന്നാ ഇത് തന്നെയല്ലേ? അതെ 133. ഇത് ഗാർബേജ് ബാഗ് കേട്ടോ, വേസ്റ്റ്. ഇതിൽ 2 ഇനി ഉള്ളത്. തീരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതാ, സൗകര്യം ഉണ്ടെങ്കിൽ കയറി എടുത്തോളാം. ഇത് തന്നെയാ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത്. അതൊക്കെയാണ് സംഭവം. ഇത് കൊണ്ടുവന്നല്ലോ റാഗി. അത് ഞാൻ അമ്മ പറഞ്ഞില്ലേ 250 ഗ്രാം മതിന്ന്. അതെടുത്തപ്പോ ആകെ ഇച്ചിരി ഉള്ളൂ. അല്ല, ധാരാളം മതി. ഇത് മതിയോ? കൂടുതൽ മേടിച്ചു വെച്ചാൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കണില്ലല്ലോ. പിന്നെ ഇവരുടെ നല്ല സാധനമാണ്. കുറച്ചിരുന്ന് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചോണ്ടിരുന്നാൽ പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഒരു പുളിപ്പ് പോലെയൊക്കെ വരും. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 1/4 കിലോ മേടിച്ചാൽ മതി കേട്ടോ, അധികം മേടിക്കണ്ടെന്ന്. സ്ഥിരം ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരും, എപ്പോഴും അങ്ങനെ എടുക്കണില്ലല്ലോ. അപ്പൊ 1/4 കിലോയുടെ വില നോക്കട്ടെ, ഇങ്ങനെ പിടിച്ചു 22 രൂപ. 22 രൂപയോ? 22 രൂപ. 1 കിലോ 85 രൂപയാണ്. 260 ഗ്രാം. ഇത് കുറുക്കൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയാ. കുറുക്ക സ്മൂത്തി, കുറുക്കിന് വളരെ നല്ലതാ. സ്മൂത്തിക്ക് ഗംഭീര. ആ കൊക്കോയും കൂടെ ഇടുമ്പോ ഉള്ള രുചി. ചോക്ലേറ്റ് ഇടണം, അതാണ് അതിന്റെ രുചി. അത് ഞാൻ എടുത്ത് പിന്നെ പറയാം, ലാസ്റ്റ് പറയാം. ഇതില് ബില്ലുകൾ കിടപ്പുണ്ട് വേറെ കേട്ടോ. കഴിഞ്ഞോ സാധനങ്ങള്? അല്ല, ഒരു കോണുണ്ട്. കോൺ കുറച്ചായില്ല. കോൺ എനിക്ക് തോന്നണ സീസൺ കഴിഞ്ഞെന്ന് തോന്നണം. ഇപ്പൊ നല്ലത് അങ്ങനെ കിട്ടുന്നില്ല. വലിയ കുഴപ്പമില്ലാത്ത നോക്കി ഞാൻ എടുത്തത്.
ഇതിന് 27,000 രൂപ എങ്ങാണ്ടാ. ആണോ? ബില്ലിലുണ്ട്, ബില്ലിൽ ഞാൻ നോക്കിട്ട് പറയാം. ഇപ്പൊ ഇന്നത്തെ ഷോപ്പിംഗ്. അതെ, ഇന്നത്തെ ഷോപ്പിങ്ങിന്റെ ടോട്ടൽ റേറ്റ് 300 പ്ലസ് 89 മിൽമേന്ന്. അപ്പൊ 389 പ്ലസ് 69 കോവിലിന്നുള്ള ഇടിയപ്പം. അപ്പൊ 389 പ്ലസ് 69 എത്രയാ? കണക്ക് മാസ്റ്റർ വേഗം പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് പറയാൻ പറഞ്ഞ വൈകുന്നേരമായി പെട്ടെന്നൊന്നും പറയൂല. 558 രൂപ. 558 രൂപയുടെ പർച്ചേസ് ആണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. ഡ്രസ്സ് ഡ്രസ്സ് വേറെ. അത് ഒരെണ്ണം 800ഉം ഒരെണ്ണം 455ഉം. 800 പ്ലസ് 455 1255 രൂപ. അങ്ങനെ ഗ്രോസറീസ് എല്ലാത്തിനും 458 പ്ലസ് ഡ്രസ്സിന് 1255. അങ്ങനെ ടോട്ടൽ പർച്ചേസ് ഓഫ് ദി ഡേ 1713 രൂപ. ബില്ലും എല്ലാത്തിൻ്റെയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രമോഷൻ അല്ല എന്ന് പ്രത്യേകം പറയുകയും ചെയ്യുന്നു. അപ്പൊ കണ്ടിട്ടുണ്ടോ മിൽക്ക് ബട്ടൂര? മിൽക്ക് ബട്ടൂര. മിൽമ ഒരുപാട് പുതിയ പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ കറിയാ നല്ലത്, പക്ഷെ അത് നമ്മൾ തിന്നിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഗ്യാസാണ്. BTHലെ ബട്ടൂര വളരെ ഫേമസ്. എറണാകുളം BTHലെ 300 ഗ്രാം 55 റുപ്പീസ്. പുതിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കണ്ടിട്ടില്ല അവിടെ. യൂസ് ബൈ ഡേറ്റ് 28/7. ഞാൻ ഡേറ്റ് നോക്കി എടുത്തേ, ഏറ്റവും ലോങ് ഡേറ്റ് നോക്കിയാ ഞാൻ എടുത്തേ. പക്ഷെ മിൽമയ്ക്ക് വേണ്ടി അവര് വേറെ ആരോ ഉണ്ടാക്കുന്നതാ ആയിരിക്കാം. മലബാർ ഇതുകൊണ്ടില്ലേ, റൂറൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ. പലരും ഇപ്പൊ അവര് സ്വയം ഉണ്ടാക്കുന്നില്ല, സബ് കോൺട്രാക്ട് ചെയ്തിട്ട് ഇത് ചെയ്യുന്നതാ കാണുന്നത്. ഇപ്പൊ ഇതേതാ? വൈറ്റ് മേടിച്ചില്ലേ, അതിന്റെ കളറുള്ളത്. പല ഫ്ലേവർ കളറുള്ള ഇടിയപ്പം, വെജിറ്റബിൾ ഇടിയപ്പം. നല്ല രസമാണ്, അതിന്റെ കളർ കണ്ട് ഞാൻ മേടിച്ചതാ. അല്ലാതെ തന്നെ അല്ല, വെജിറ്റബിൾ ആയതുകൊണ്ട് വേറെ ഹെൽത്ത് വൈസ് നല്ലതായിരിക്കും. അത് ചിക്പി ഡബിൾ ഹോഴ്സ് തന്നെയാണല്ലോ. അപ്പൊ മേടിച്ചത് തന്നെ വൈറ്റിന്റെ കളറുള്ളതാണ്. ഇത് ചിക്പി ഉണ്ട്, റാഗി ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്രൗൺ റൈസ്. ഇത് ബീട്രൂട്ടാ, ബ്രൗൺ റൈസ് ഇത്രയുണ്ട്. പക്ഷെ ഇതില് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമൺ കറി എല്ലാം മാച്ച് ചെയ്യണമെന്നില്ല. കറി വേണ്ട അതിന്, ശരിക്കും ഇങ്ങനെ തന്നെ കഴിക്കാം. ഇച്ചിരി ശർക്കരപ്പൊടി വല്ല ഇട്ടാൽ മതി. അല്ല, എന്തെങ്കിലും നമുക്ക് കറി ഉണ്ടാക്കാടി, കഴിക്കാൻ കറി ഉണ്ടാക്കാം. എന്ത് കറിയാ ശരിക്കും മാച്ച് ആവാന്ന് ഒരു പിടി. ഒന്നിൽ എത്ര 7 പീസോ? ഏത് കറിയാന്ന് പ്രേക്ഷകരോട് ചോദിക്കും. പ്രേക്ഷകര് തന്നെ പറയാ ഇതിന് ഏത് കറിയായിരിക്കും മാച്ച് ആവുന്നത്. കാരണം വെജ് ഇടിയപ്പം അല്ലേ, പ്ലെയിൻ അല്ലല്ലോ. മുട്ടക്കറി നമുക്ക് ഉണ്ടാക്കാനേ ഉണ്ടാക്കാൻ എളുപ്പമല്ല. ഒരു മുട്ട എടുത്ത് 4 ആയിട്ട് എടുത്താൽ മതി. നമ്മൾ മുട്ട അങ്ങനെ ഉപയോഗിക്കുന്നവരല്ല.